ബേക്കൽ ചാൽ ബീച്ച് ഇന്ന് ഭൂമിയിലെ സ്വർഗം. ആകാശം നിറയെ പൂക്കൾക്ക് ചിറകു വന്നതുപോലെ സുന്ദരമായ ശലഭങ്ങൾ. കിലുക്കാമ്പെട്ടി ചെടികൾ പൂർണ്ണ വളർച്ചയെത്തിയതോടെ കഴിഞ്ഞ 2 ആഴ്ചയായി ചാൽ ബീച്ച് പൂമ്പാറ്റ പൂങ്കാവനമായി മാറിയിട്ട്. 2 മാസങ്ങൾക്ക് മുൻപ് ഇവിടം ഇങ്ങനെയായിരുന്നില്ല. ടൂറിസം വകുപ്പ് സ്ഥാപിച്ച കോൺക്രീറ്റ് വേസ്റ്റ് ബിന്നിനു ചുറ്റും മാലിന്യ കൂമ്പാരമായിരുന്നു. ബീച്ചിന്റെ പ്രധാന കവാടത്തിൽ തന്നെ വേസ്റ്റ് ബിൻ സ്ഥാപിച്ചത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് വകുപ്പ് ആ പദ്ധതി ഒഴിവാക്കിയതിനെ തുടർന്ന് ഇവിടെ കിലുക്കാമ്പെട്ടി ചെടിയുടെ വിത്തിട്ട് മുളപ്പിച്ച് പ്രദേശവാസികളാണ് പരീക്ഷണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ 40 സ്ക്വയർ ഫീറ്റിലാണ് ചെടി വളർത്തിയത്. വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ ഇവിടം ശലഭോദ്യാനമായതായി നേതൃത്വം നൽകിയ ആയുർവേദ വകുപ്പ് ഫാർമസിസ്റ്റായ സുനിൽ അരിപ്പ പറഞ്ഞു. നീലക്കടുവ ഇനത്തിൽപ്പെട്ട ശലഭങ്ങൾ കൂടാതെ മറ്റു വിവിധ ഇനത്തിൽപ്പെട്ട നിരവധി ചിത്രശലഭങ്ങളും ഇവിടെ എത്തുന്നുണ്ട്. കണ്ണൂർ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള പങ്കാളിത്ത ഹരിത സമിതിയാണ് പദ്ധതിക്ക് പിന്നിൽ. സമിതി അംഗമായ സുനിൽ അരിപ്പയും മീൻപിടുത്ത തൊഴിലാളിയായ ഷിജിൻ കോട്ടായിയുമാണ് ചെടികൾ നട്ടുപിടിപ്പിച്ചത്. ചാൽ ബീച്ചിൽ ഒരു ചിത്രശലഭ ഉദ്യാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം നമ്മൾ ഈ വർഷം പൂർത്തീകരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സോഷ്യൽ ഫോറസ്ട്രിയുടെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ചാൽ ബീച്ച് കടലാമ സംരക്ഷണ കേന്ദ്രം സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് ഈ ബട്ടർഫ്ലൈയുടെ പെറ്റ് ചെടിയായ കിലിക്ക് ചെടി അഥവാ ക്രോട്ടലേറിയ എന്ന ഇനത്തിൽപ്പെട്ട ചെടിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ അടുത്ത വർഷം ബട്ടർഫ്ലൈ ഗാർഡൻ ആക്കുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയും ആയതിൻ്റെ ഭാഗമായി ഈ വർഷം ചാൽ ബീച്ചിൽ വേസ്റ്റ് ഇടുന്ന ഒരു കോൺക്രീറ്റ് ബിന്നുണ്ടായിരുന്നു. അത് അസൗകര്യം കാരണം മണ്ണിട്ട് മൂടുകയും ആ സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുകയും അവിടെ ബട്ടർഫ്ലൈയുടെ ഈ പ്ലാന്റ് മൊത്തം ഇറക്കുകയും പകുതി ഭാഗം മാത്രമേ ചെടി വിരിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈ ആ പ്ലാന്റിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. മണലിൽ തന്നെയാണ് വിത്തിട്ട് ചെടികൾ മുളപ്പിച്ചത്. കിലുക്കാമ്പെട്ടി ചെടിക്ക് പ്രത്യേക വളം ആവശ്യമില്ല. മാതൃകാപരമായ ഈ പദ്ധതി വീട്ടുപരിസരത്തും ബാൽക്കണിയിലും പരീക്ഷിക്കാവുന്നതാണ്. പൂമ്പാറ്റകൾ ഒരു ജൈവ സൂചകമാണെന്ന് സുനിൽ പറയുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരാറിലാണ് എന്നാണ്. ചാൽ ബീച്ചിലേക്ക് പൂമ്പാറ്റകൾ തിരിച്ചു വരുന്നത് ശുഭസൂചനയാണ്. നമ്മൾ വൃത്തിയായി പരിപാലിക്കുന്നു എന്ന് ബോധ്യമുള്ള സ്ഥലത്ത് മാലിന്യം തള്ളാൻ ജനങ്ങൾ മടിക്കുമെന്നും സുനിൽ പറയുന്നു. ബ്ലൂ ഫ്ലാഗ് പദവിക്കായി ചാൽ ബീച്ച് പരിഗണനയിലുണ്ട്. അങ്ങനെയെങ്കിൽ കോഴിക്കോട് കാപ്പാട് ബീച്ചിനു പുറമെ കേരളത്തിലെ 2ാമത്തെ ബ്ലൂ ഫ്ലാഗ് ബീച്ചായി ചാൽ ബീച്ച് മാറും. കടൽ ജലത്തിന്റെ ശുദ്ധത, തീരത്തിന്റെ ശുചിത്വം, സുരക്ഷാ ക്രമീകരണം എന്നിവയാണ് പദവി നൽകുന്നതിന് പരിഗണിക്കുന്നത്.